ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹലോ ടെക് മലയാളം. 13,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ എടുക്കാൻ സാധിക്കുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്മാർട്ട് ഫോണാണ് പോക്കോ M6 Plus 5G എന്ന സ്മാർട്ട് ഫോൺ. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പോക്കോ എന്ന ബ്രാൻഡിനെ കുറിച്ച് നമുക്ക് എപ്പോഴും അറിയാം. അവരെപ്പോഴും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ സ്മാർട്ട് ഫോണുകളിൽ നല്ല ഫീച്ചേഴ്സുകൾ തരാൻ എപ്പോഴും പോക്കോ ശ്രദ്ധിക്കാറുണ്ട്. അത്തരത്തിൽ തന്നെ ഏറെക്കുറെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോക്കോ M6 Plus 5G എന്ന സ്മാർട്ട് ഫോണും വന്നിട്ടുള്ളത്. ഡിസൈൻ കാര്യങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ച് ഗ്ലാസ് ഡിസൈനൊക്കെ നൽകിക്കൊണ്ടാണ് പോക്കോ M6 Plus എന്ന സ്മാർട്ട് ഫോൺ നമുക്ക് കിട്ടുക. ആ ഒരു ഗ്ലാസ് ഡിസൈൻ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതത്ര നിർബന്ധം ഉള്ളതല്ലെങ്കിൽ പോലും ആ ഒരു കാര്യത്തിൽ പോക്കോ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സൈഡ് മൗണ്ടഡായിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സംവിധാനവും കാര്യങ്ങളൊക്കെ കാണാം. 8.3 mm ആണ് തിക്നെസ് വരിക. 205 ആണ് ഗ്രാം വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു ഹെവി ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ എന്ന് നമുക്ക് പറയാം. എങ്കിലും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോൺ പൊതുവെ ഈ ഒരു വെയിറ്റിങ്ങിലൊക്കെയാണ് വരാറുള്ളത്. അപ്പോൾ പോക്കോ M6 Plus 5G എന്ന സ്മാർട്ട് ഫോൺ ഡിസൈൻ കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നൽകിയിട്ടുണ്ട്. ലാവൻഡർ ഡിസൈൻ, സിൽവർ, ബ്ലാക്ക് എന്നീ 3 കളർ ഓപ്ഷൻസിൽ നമുക്ക് സ്മാർട്ട് ഫോൺ അവൈലബിൾ ആണ്. എന്തായാലും ഡിസൈൻ ഭാഗങ്ങൾ കുഴപ്പമില്ലാത്ത രീതിയിൽ IP53 റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് ഒരു മികച്ച ഡിസൈൻ സെറ്റപ്പ് തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഡിസൈൻ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ആ ഒരു സ്പെക്ക് ഓൺ പേപ്പർ നമ്മൾ നോക്കുമ്പോൾ നല്ല രീതിയിൽ ഡിസൈൻ ഭാഗം നൽകിയിട്ടുണ്ട് നമുക്ക് പറയാം. ഡിസ്പ്ലേ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ 6.79 ഇഞ്ചോട് കൂടി വരുന്ന ഒരു ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പോക്കോ നൽകിയിട്ടുള്ളത്. നമ്മൾ പോക്കോ എന്ന ബ്രാൻഡ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഫീച്ചേഴ്സിനെ കുത്തി നിറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു AMOLED ഡിസ്പ്ലേ ആയിരുന്നു. അതുകൊണ്ട് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷേ LCD കുഴപ്പമില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ ഒരു പ്രശ്നമുള്ള കാര്യമല്ല. എങ്കിലും ഫുൾ HD+ ഡിസ്പ്ലേയിൽ നമുക്കൊരു AMOLED ആയിരുന്നുവെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരുന്നു. എൻ്റെ ഒരു സജഷനാണ്. എന്തായാലും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. 120 Hz റീഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കോർണിംഗ് ഗ്ലാസ് 3D പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ആ ഒരു പഞ്ച് ഹോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ തന്നെ പോക്കോ അത് കൈകാര്യം ചെയ്ത് നൽകിയിട്ടുണ്ട്. ഒരു നോർമൽ ഡിസ്പ്ലേ, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടേണ്ട നോർമൽ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ നമുക്ക് പോക്കോ M6 Plus എന്ന സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. ഇനി പെർഫോമൻസ് ഘടകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ക്വാൽക്കം സ്നാപ്ഡ്രാഗൺ 4 Gen 2 ആക്സിലറേറ്റഡ് എഡിഷൻ എന്ന ഒരു പ്രോസസ്സറാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 2.3 GHz ക്ലോക്ക് സ്പീഡിൽ പ്രവർത്തിക്കുന്ന ഒരു നോർമൽ പെർഫോമൻസിനും കാര്യങ്ങൾക്കൊക്കെ പറ്റിയ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോൺ എന്ന രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ പരിഗണിക്കാൻ പറ്റുന്ന നല്ലൊരു പ്രോസസ്സർ തന്നെയാണ് ഇവിടെ ക്വാൽക്കം സ്നാപ്ഡ്രാഗൺ 4 Gen 2 ആക്സിലറേറ്റഡ് എഡിഷൻ അല്ലെങ്കിൽ AE എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സർ വഴി നമുക്ക് കിട്ടുക. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 6GB RAM, 8GB RAM, 2 RAM വേരിയൻറ്റിൽ 128GB ഇൻ്റർണൽ സ്റ്റോറേജിലൂടെ അവൈലബിൾ ആണ്. LPDDR4X റാമും UFS 2.2 ബേസ്ഡ് സ്റ്റോറേജ് സംവിധാനവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതുകൂടാതെ നിങ്ങൾക്ക് സ്റ്റോറേജ് ഒന്ന് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ പോലെ മെമ്മറി കാർഡൊക്കെ ഇട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് സിം സ്ലോട്ട് സംവിധാനം കൂടി പോക്കോ നൽകിയിട്ടുണ്ട്. എന്തായാലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോണിൻ്റെ ആ കാര്യങ്ങളൊക്കെ എപ്പോഴും എല്ലാ ബ്രാൻഡുകളും ശ്രദ്ധിക്കുന്നതാണ്. അതൊക്കെ തന്നെ പോക്കോ ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ എക്സ്റ്റൻഡഡ് RAM പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. Android 14 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോടു കൂടി HyperOS UI കൂടെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ കിട്ടുക. 2 വർഷത്തേക്ക് OS അപ്ഡേറ്റും 3 വർഷത്തേക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റും ഒക്കെ പോക്കോ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എന്തായാലും പൊതുവെ എല്ലാ ബ്രാൻഡുകളും കൊടുക്കുന്ന രീതിയിലുള്ള ആ ഒരു കാര്യങ്ങളും അപ്ഡേറ്റിൻ്റെ കാര്യങ്ങളിലൊക്കെ പോക്കോ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ പോക്കോ സ്മാർട്ട് ഫോണുകൾ ഒരു 2 വർഷം 3 വർഷം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അപ്ഡേറ്റ് ചെയ്ത് ലാസ്റ്റ് അത് കുളവാകാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്മാർട്ട് ഫോണുകൾ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. HyperOS അവരുടെ കുറേ ബഗ്ഗുകളും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് ഇറക്കിയതാണ്. പക്ഷേ ഇപ്പോഴും HyperOSൽ കുറച്ച് പ്രശ്നങ്ങൾ നേരിടുന്ന കുറച്ച് ആളുകളുണ്ട്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ എപ്പോഴും UI സൈഡ് പോക്കോ എന്ന സ്മാർട്ട് ഫോണിനെ കുറിച്ചും അതുപോലെ അതായത് ഷവോമി കൺട്രി വരുന്ന എല്ലാ ബ്രാൻഡുകളുടെയും ഒരു കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് എന്തായാലും നല്ലതാണ്. ഓൺ സ്പെക്ക് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും പെർഫോമൻസ് ഘടകത്തിലും പോക്കോ M6 Plus 5G എന്ന സ്മാർട്ട് ഫോൺ വഴി നമുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് പറയാം. ക്യാമറ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ റിയൽ സൈഡിൽ 108 മെഗാപിക്സലിൻ്റെ ഒരു സാംസങ് സെൻസറോട് കൂടിയ മെയിൻ ക്യാമറയും ഒരു 2 മെഗാപിക്സലിൻ്റെ ലെൻസും കൂടി അവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫുൾ HD വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. 10x ഡിജിറ്റൽ സൂമിങ് സംവിധാനം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ക്യാമറ ഭാഗത്ത് കിട്ടുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ 13 മെഗാപിക്സലിൻ്റെ ക്യാമറയാണ്. റൈറ്റ് സൈഡിൽ ഒരു വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വൈഡ് ആംഗിൾ ക്യാമറ എന്നുള്ളത് അത്ര നിർബന്ധമല്ല. പക്ഷേ 108 മെഗാപിക്സൽ ക്യാമറ വഴി നമുക്ക് ഹൈ ക്വാളിറ്റി ഇമേജസ് കിട്ടുന്നൊന്നുമല്ല. അതൊരു 108 മെഗാപിക്സൽ എന്നുള്ളത് ഒരു മെഗാപിക്സലിൻ്റെ മാത്രം ഒരു പറച്ചിലായിട്ട് മാത്രം നിങ്ങൾ കണക്ക് കൂട്ടുക. ഒരു സാധാരണ ഒരു 50 മെഗാപിക്സൽ അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലുള്ള ക്യാമറയിലേക്ക് എടുക്കുന്ന രീതിയിലുള്ള ക്യാമറ ക്വാളിറ്റിയൊക്കെ തന്നെ ഈ ഒരു പോക്കോ M6 Plus 5Gയിലും കാണാൻ സാധിക്കുന്നുള്ളൂ. ക്യാമറ റിവ്യൂസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആ കാര്യങ്ങളാണ്.
ക്യാമറയെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ ക്യാമറ സെപ്പറേറ്റുള്ള വീഡിയോസ് നിങ്ങൾ നോക്കുന്നതുകൊണ്ടും നല്ലതായിരിക്കും. സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ 5030 mAh ബാറ്ററിയും ഇതോടൊപ്പം 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സംവിധാനം കൂടി പോക്കോ നൽകിയിട്ടുണ്ട്. 3.5 mm ഓഡിയോ ജെയൊക്കെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ പോക്കോയുടെ തനത് എല്ലാ സ്മാർട്ട് ഫോണിലും കിട്ടുന്നത് പോലുള്ള IR ബ്ലാസ്റ്റർ സംവിധാനം ഈ ഒരു പ്രൈസ് റേഞ്ചിലും പോക്കോ നൽകാറുണ്ട്. അത് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് കിട്ടുന്നുണ്ട്. 7 5G ബാൻഡും കാര്യങ്ങളൊക്കെയാണ് വരിക. സിംഗിൾ സ്പീക്കറാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ച് സ്റ്റീരിയോ സ്പീക്കർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു. ചില ബ്രാൻഡുകളൊക്കെ കൊടുക്കാറുണ്ട്, എല്ലാ ബ്രാൻഡുകളും കൊടുക്കാറില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതൊരു പോരായ്മയായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഒരു പോക്കോയുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ എന്ന രീതിയിൽ നോക്കി കഴിഞ്ഞാൽ അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു എനിക്ക് തോന്നി. ഇത്രയുമാണ് ഏറ്റവും പ്രധാനമായും ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാനുള്ളത്. പ്രൈസ് റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ 6GB RAM 128GB സ്റ്റോറേജിന് 13,499 രൂപയും 8GB RAM 128GB സ്റ്റോറേജിന് 14,499 രൂപയാണ് പ്രൈസിങ് വരുന്നത്. ഒരു നോർമൽ പ്രൈസിങ് ആയിട്ട് തന്നെ എനിക്ക് തോന്നി. ഓവർ പ്രൈസ്ഡ് അല്ല, പക്ഷേ നമുക്കൊരു 1-2 കാര്യങ്ങൾ, സിംഗിൾ സ്പീക്കർമാർ, സ്റ്റീരിയോ സ്പീക്കറും AMOLED ഡിസ്പ്ലേയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു കിടിലൻ സ്മാർട്ട് ഫോൺ തന്നെയായിരുന്നു. എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഫ്ലിപ്കാർട്ടിൽ ആരംഭിച്ചിട്ടുണ്ട്. ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോക്കോ M6 Plus 5G എന്ന സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിൽ പുതിയ സ്മാർട്ട് ഫോൺ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. ബൈ.